ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോയാണ്. പിന്നെ ഇത് കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റിക്കറിൻ്റെ ഇതേപോലെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് സ്റ്റിക്കർ ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് വെച്ചൊരു A4 വേണം. അതിൽ ഏതൊക്കെ പിക്ചേഴ്സ് ആണോ അതൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. പിന്നെ എല്ലാതും ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി ക്യാമലിൻ്റെ പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ എല്ലാതും ഇതേപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സ്റ്റിക്കറിൻ്റെ ഫാനായിരുന്നു. ഞാൻ കുറച്ചൊക്കെ മുമ്പേ ഭയങ്കര സ്റ്റിക്കറിൻ്റെ ഫാനായിരുന്നു. പിന്നെ കൊറോണ ടൈം ആയപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ട്രെൻഡായി സ്റ്റിക്കർ മേക്കിംഗ്, ഹോം മെയ്ഡ് സ്റ്റിക്കർ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഭയങ്കര സിമ്പിളുമാണ്. അപ്പോൾ ഞാനും വീട്ടിൽ എന്താ പറയുക ഹോം മെയ്ഡ് സ്റ്റിക്കർ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഹോം മെയ്ഡ് സ്റ്റിക്കറിൻ്റെ ഒരു പ്രാന്തിയായി തുടങ്ങിയിട്ട് സ്റ്റിക്കറൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാതും ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതുകൊണ്ട് ഭയങ്കര സിമ്പിളായി. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതേപോലെ എല്ലാതൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി കളർ ചെയ്ത് കൊടുത്ത ശേഷം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് വൈറ്റ് പോർഷൻ ഒന്ന് ഇടവിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. വൈറ്റ് പോർഷൻ പ്രത്യേകം വൈറ്റ് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വൈറ്റ് പോർഷൻ കട്ട് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ തോന്നി. അങ്ങനെ ഞാൻ പിന്നെയും ഉണ്ടാക്കിയത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ച് വൈറ്റ് പോർഷൻ നമ്മൾ ഇടവിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ എല്ലാതും വൈറ്റ് പോർഷൻ ഇടവിട്ടിട്ട് ചെയ്യുക. കൂടുതൽ ഇടവിടരുത്, ഒരു മിനിമം കുറച്ചൊക്കെ ഇടവിടുക. അങ്ങനെ ഇടവിട്ടിട്ട് വൈറ്റ് പോർഷനൊക്കെ ഇതേപോലെ ഇടവിട്ടിട്ട് വേണം ചെയ്യാൻ. ഒന്ന് വെട്ടിയെടുക്കുക, നല്ല ഫിനിഷിങ്ങിൽ വെട്ടിയെടുക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പം ഇതേപോലെ കുറച്ച് വൈറ്റ് പോർഷൻ ഇടവിട്ടിട്ട് ഇതേപോലെ എല്ലാതും കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മളെല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഞാൻ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇപ്പോൾ ഉണ്ടാക്കണുള്ളൂ. എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. 3-4 നിങ്ങൾ കാട്ടി തരാനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ കുറച്ചൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലത്തെ മെയിൻ താരം സെല്ലോ ടാപ്പാണ് വരുന്നത്. സെല്ലോ ടാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീതിയിൽ സെല്ലോ ടാപ്പ് എടുക്കാൻ വേണ്ടി നല്ല ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ വീതിയിലാവുമ്പോൾ ഒരു വട്ടം ഇങ്ങനെ ഒട്ടിച്ചിട്ട് എടുത്താൽ മതി. മറ്റ് 10ൻ്റെ ഒക്കെ ആണെങ്കിൽ 3-4 വട്ടം ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാട്ടോ വീതിയിലെടുത്തത്. അപ്പോൾ വീതിയിൽ ഇതേപോലെ എടുത്തിട്ട് എത്ര വേണോ അതിനനുസരിച്ചിട്ട് അളവിൽ വേണ്ടി ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ നമ്മളെ ബാക്കിൽ ഗ്ലൂ ഉള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ സ്റ്റിക്കറിൻ്റെ ബാക്ക് പോർഷൻ ഗ്ലൂ ഇല്ലാത്ത ഫ്രണ്ട് പോർഷനിൽ ഫ്രണ്ടായിട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് എല്ലാതും ഉണ്ടോ ഇതേപോലെ എല്ലാതും ഒന്ന് ഒട്ടിച്ചെടുക്കുക. കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം എല്ലാതും ഒട്ടിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു സ്റ്റിക്കറാണെങ്കിൽ അതിൻ്റെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. ഇതേപോലെ ഞാൻ എല്ലാതും ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന് ബാക്ക് സൈഡൊക്കെ ഇതേപോലെ ആയിട്ട് വരിക. വേണമെങ്കിൽ 2 കൂട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു കോട്ട ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ. ഇതേപോലെ ആയാൽ ഞാൻ പറഞ്ഞില്ല കുറച്ച് സ്പേസ് വേണം. ആ സ്പേസിനനുസരിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ A4 കട്ട് ചെയ്ത പോലെ തന്നെ ഇത് കുറച്ചധികം ഇൻസുലേഷൻ ടാപ്പ് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കണം. എന്താ വെച്ചാൽ ഇത് ഒട്ടിപ്പ് വേണമെങ്കിൽ നമ്മൾ ഇതൊന്ന് കുറച്ച് ഇടവിടണമല്ലോ. അങ്ങനെ വേണ്ടിയിട്ട് കുറച്ച് ഇടവിട്ടിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ എല്ലാതും ഒന്ന് ഇടവിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ഇടവിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ എല്ലാതും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാതും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇപ്പോൾ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഇത് എവിടെയും സ്റ്റിക്ക് ചെയ്ത് വെക്കണ്ടേ, വേണമെങ്കിൽ ഇനി യൂസ് ചെയ്യാനൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ ഇതിനായിട്ട് സ്റ്റിക്കർ ബോർഡ് ഉണ്ടാവുമല്ലോ, അതാണെങ്കിൽ അത് മതി. അല്ലെങ്കിൽ ഗ്ലാസ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പം എൻ്റെ അടുത്ത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടാണെങ്കിൽ ഞാൻ അതാണ് എടുക്കുന്നത്. ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതും ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ അതിൻ്റെ മേലെ ഒട്ടിച്ചാലും ഒട്ടിപ്പുണ്ടാവും. അപ്പോഴും അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ, അല്ലാത്തവർക്കും അങ്ങനെ ചെയ്യാം. ഇപ്പം എൻ്റെ അടുത്ത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടായതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യണം. നമുക്ക് സ്റ്റിക്കർ അതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം, ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ മേലെ. ഇനി ഇത് എന്ത് ചെയ്യണം വെച്ചാൽ ഇതിന് ഒന്ന് ഷേപ്പാക്കി കുറച്ച് ഇടവിട്ട് വരണം. ഇത് കുറച്ച് അധികം ഇടവിട്ട് വരണം, എന്നല്ലെങ്കിൽ സ്റ്റിക്കർ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നല്ല ഇടവിട്ടിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ലാത്തോലും വിഷമിക്കണ്ട. ഒരു A4 എടുത്തിട്ട് അതിൻ്റെ മേലെ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചിട്ട് അതും ഒട്ടിച്ചാലും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷീറ്റ് പോലെ അതും ഒട്ടിച്ചും വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ മുറിച്ചു കൊടുക്കാം. മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ എപ്പോഴെങ്കിലും വേണമെങ്കിൽ എടുത്താൽ മതി. അങ്ങനെ ഇതേപോലെ എല്ലാതും ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാതും ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ കുറച്ചൊക്കെ ഇട വരുന്ന രീതിയിൽ വേണം മുറിച്ചെടുക്കാൻ. അങ്ങനെ എല്ലാതും മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കണേ, സ്റ്റിക്കർ ഉണ്ടാക്കണമൊക്കെ റെഡിയായി. നമുക്കിത് വർക്കിംഗ് ആണോ നോക്കാമല്ലോ. അതിനായിട്ട് ഞാൻ ഒരു ബുക്കും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഇത് വർക്കിംഗ് ആട്ടോ. അപ്പോൾ എല്ലാവരും പോയി ഉണ്ടാക്കുകയൊക്കെ ഇത് അടിപൊളി വർക്കിംഗ് ആണ്. പിന്നെ സ്റ്റിക്കല്ല പറഞ്ഞ് വിഷമിക്കണ്ട. ബായ്.